നമ്മൾ എനിക്ക് നാളെ ഇംഗ്ലീഷ് എക്സാം ഉണ്ട്, അതുകൊണ്ട് അത് എങ്ങനെ പഠിക്കാം? നാളത്തെ എക്സാമിന് ഇന്ന് എങ്ങനെ പഠിക്കാം എന്നാ പറയേണ്ടത്. എത്ര പാഠമുണ്ട്? എടാ, ഒരു കാര്യം ഞാൻ പറയട്ടെ, പഠിക്കുന്നതൊക്കെ ശരിയാണ്, നമ്മൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും പഠിച്ച് തീരില്ല നമുക്ക്. അപ്പോൾ അതിനെന്ത് വേണം? ക്ലാസ് എടുക്കുമ്പം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ അതൊക്കെ പറയുമ്പോൾ നമ്മളൊരു പാഠം വായിച്ചു കഴിഞ്ഞാൽ, ഒരു സിനിമ കണ്ടാൽ നമുക്കറിയില്ലേ അതിനകത്ത് എത്ര ക്യാരക്ടർ ഉണ്ട്, എത്ര ഇമ്പോർട്ടൻ്റ് സീൻ ഉണ്ട് അല്ലേ, അതിനകത്തെ കണ്ടന്റ് എന്താണ്, നമ്മൾ ആ രീതിയിൽ അത്ര ഇൻട്രസ്റ്റോട് കൂടി നമ്മളൊന്ന് പഠിക്കാൻ തുടങ്ങണം. ഓക്കെ, അപ്പോൾ എന്താവും സംഭവം, നമുക്ക് ആ ഒരു പാഠം പഠിക്കുമ്പോഴത്തേനും ഏകദേശം അതിൻ്റെ രൂപം കിട്ടും. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാവും ഈ പാഠത്തിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കും, ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടോ അല്ലേ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബുക്കിനകത്തൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെക്കുക അല്ലേ. പിന്നെ ഈ ഇംഗ്ലീഷിനകത്ത് നമുക്കറിയാം ഗ്രാമറൊക്കെ ചോദിക്കും അല്ലേ, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ ഗ്രാമർ, ഈസ്, ആറാമൊക്കെ ചേർച്ചിട്ടില്ല. അങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതൊക്കെ ചോദിക്കും, അതൊക്കെ ടീച്ചർ പഠിപ്പിക്കും, അതുപോലെ പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഒരുപാടുണ്ടാവും, അത് മൊത്തമൊന്നും നമുക്ക് ഫുള്ളായിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം, നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ച്, ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ ഞാൻ എപ്പോൾ പറയുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയെങ്കിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം നമുക്ക് അഥവാ ആ പാഠത്തിൻ്റെ കണ്ടന്റ് നമ്മൾ തലയിൽ ഓർമ്മയുണ്ടെങ്കിൽ, സ്റ്റോറി ഓർമ്മയുണ്ടെങ്കിൽ, നമുക്ക് ഇംഗ്ലീഷ് 4 ലൈൻ എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായി ആ ക്വസ്റ്റ്യൻ്റെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിനകത്തുള്ള എഴുതി വെക്കാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ പഠിക്കുമ്പം അങ്ങനെയാണ് അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ ആദ്യം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് നോട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കണ്ടന്റ് അറിഞ്ഞ് ഇംഗ്ലീഷിൽ എന്ത് വന്നാലും നമുക്ക് എഴുതാനുള്ള ആ ഒരു കപ്പാസിറ്റി നമ്മൾ നേടിയെടുക്കുക. അതിനാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ കുറച്ച് ഹിന്ദിയും ഇംഗ്ലീഷിൻ്റെ ഒക്കെ ചാനൽ നമ്മൾ ഇംഗ്ലീഷിൽ, ഹിന്ദി അല്ല ഈ TV ചാനലിൽ നമ്മൾ കണ്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ മനസ്സിലാക്കാൻ തുടങ്ങും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ പാഠം എടുക്കുമ്പോൾ